ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏർലി പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സ്മെൽ അവേർഷനെ പറ്റിയിട്ടാണ്. സ്മെൽ അവേർഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു മണത്തിനോട് നമുക്ക് വളരെ ഒരു വിരക്തി തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് സ്മെൽ അവേർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് നമ്മളൊരു പ്രഗ്നൻസി ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. തുടക്കത്തിലെ സ്റ്റേജിലായിരിക്കും എപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് ഈ സ്മെല്ലിൻ്റെ അവേർഷൻ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 1, 2, 3 ആ ഒരു മാസങ്ങളിൽ. പിന്നീട് അങ്ങോട്ട് ആകുമ്പോഴേക്കും നമ്മളൊരു ഹോർമോണെല്ലാം ബാലൻസ് ആയിട്ട് നമ്മൾ ആ ഒരു ബോഡി പ്രഗ്നൻസിയുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് കുറയാറുണ്ട്. ഇവിടെ നമുക്ക് സ്മെൽ അവേർഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈസ്ട്രോജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെയും HCG ഹോർമോണിൻ്റെയും വ്യത്യാസം മൂലമാണ്. നമുക്ക് സാധാരണയായിട്ട് ചില സ്ത്രീകളിൽ പീരിയഡ്സ് ആകുന്നതിന് 1-2 ദിവസം മുൻപായിട്ട് ഇങ്ങനെ സ്മെൽ അവേർഷൻ ഉണ്ടാവാറുണ്ട്. പ്രത്യേക തരത്തിലുള്ള ഒരു സ്മെല്ല് നമുക്ക് കിട്ടുമ്പോഴേക്കും, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണത്തിൻ്റെ തന്നെ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുമ്പോഴേക്കും അത് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അടുത്തേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഡിയോഡ്രൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു സ്മെല്ലിനോടോ നമുക്ക് വളരെയധികം താല്പര്യം കുറയുന്നതായിട്ടും ആ ഒരു സമയത്ത് അനുഭവപ്പെടാം. ചില സ്ത്രീകളിൽ അവരുടെ പീരിയഡ്സ് ആകുന്നതിൻ്റെ 2-3 ദിവസം മുൻപ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള കാരണം അവരുടെ ശരീരത്തിൽ ആ പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് ആ യൂട്രസിൻ്റെ ലൈനിങ് ഒന്ന് ഷെഡ് ആവണം. അപ്പോൾ അവിടെ ഹോർമോണൊന്ന് കുറയണം, പ്രൊജസ്ട്രോൺ ഹോർമോൺ ഒന്ന് കുറയണം. ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഒരു ഹോർമോണിൻ്റെ ഒരു അസന്തുലിതാവസ്ഥ ആ ഒരു സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു അസന്തുലിതാവസ്ഥ അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പീരിയഡ്സിൻ്റെ 2 ദിവസം മുൻപൊക്കെ ഒരു സ്മെൽ അവേർഷൻ നമുക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ നമുക്ക് ആ ഒരു പീരിയഡ്സ് ആകുന്നതിന് നേരെ മറിച്ച് നമുക്ക് പ്രഗ്നൻസി ആകുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഒരു സ്മെൽ അവേർഷൻ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ സ്മെൽ അവേർഷൻ ഈ സാധാരണ പീരിയഡ്സിന് ഉണ്ടാകുന്ന സ്മെൽ അവേർഷൻ ഒരു 2-3 ദിവസം മുമ്പ് പീരിയഡ്സിന് മുമ്പ് സ്റ്റാർട്ടായിട്ട് പീരിയഡ്സ് വന്നു കഴിയുമ്പോൾ അതങ്ങോട്ട് സ്റ്റോപ്പ് ആവും. പക്ഷേ നിങ്ങൾ പ്രഗ്നൻസി ആകാനായിട്ടുള്ള സ്മെൽ അവേർഷനാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളൊരു 2-3 ദിവസം മുമ്പ് തുടങ്ങിക്കഴിഞ്ഞാലും ഏകദേശം കുറച്ചധികം ദിവസങ്ങളിലോട്ട് ഇതങ്ങോട്ട് നീണ്ടു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. എൻ്റെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും ഫസ്റ്റ് പ്രഗ്നൻസിയിലും സെക്കൻഡ് പ്രഗ്നൻസിയിലും എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്മെൽ അവേർഷൻ എനിക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു ഡെലിവറി ടൈം വരെയൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് മീനെന്ന് പറയുന്നത്. മീൻ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണയായിട്ട് എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഒട്ടും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡെലിവറി ഡേറ്റിന് ഒരാഴ്ച മുമ്പ് വരെ ആ മീനിൻ്റെ സ്മെല്ല്, വറുക്കുന്നതിൻ്റെ ആ സ്മെല്ല് അടിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നേരെ മറിച്ച് സെക്കൻഡ് പ്രഗ്നൻസിയിലാണെങ്കിൽ എനിക്ക് സ്മെൽ അവേർഷൻ എന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെറുതായിട്ട് മാത്രം ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിന് ശേഷം എനിക്ക് ഒരിക്കൽ പോലും ആ ഒരു സ്മെൽ അവേർഷൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഓരോ സ്ത്രീകളിലും ഓരോ പ്രഗ്നൻസിയിലും ഇത് വ്യത്യസ്തമായിരിക്കും. ഒട്ടുമിക്ക സ്ത്രീകളിലും ഉണ്ടാകുന്നതാണ് ഈ സ്മെൽ അവേർഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു സ്മെൽ അവേർഷൻ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് സ്മെൽ അവേർഷൻ ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്നുള്ളൊരു സ്ത്രീക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലും 2 ടൈപ്പായിട്ടാണ് ഈ ഒരു ലക്ഷണം വന്നത്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ത്രൂ ഔട്ട് ആ ഒരു പ്രഗ്നൻസി ടൈം വരെ എനിക്ക് ഈ സ്മെൽ അവേർഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാവുന്നതിന് മുൻപ്, മിസ്സായി കഴിഞ്ഞിട്ടും ഈ ലക്ഷണങ്ങളില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പ്രഗ്നൻസി ടെസ്റ്റിൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ പ്രഗ്നൻസി മുൻപോട്ട് പോകുന്ന 1 മാസങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണവും ബുദ്ധിമുട്ടോ ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തിയാണോ, കുഞ്ഞ് വളരുന്നുണ്ടോ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.